വെരി ഗുഡ് ഈവനിങ് ഓൾ. നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ ഹിസ്റ്ററി ഓപ്ഷണലിന്റെ ടെസ്റ്റ് സീരീസ് അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ്. ആസ് യു ക്യാൻ സീ ഹിയർ, നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് വിത്ത് വേൾഡ് ഹിസ്റ്ററി ആണ്. അപ്പൊ വേൾഡ് ഹിസ്റ്ററിയുടെ ഒരു ഡീറ്റെയിൽഡ് ഷെഡ്യൂൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഷെഡ്യൂൾ നിങ്ങൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് തിങ്, ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിൽ PDF അയച്ചിട്ടുണ്ട്. ടേക്ക് എ പ്രിന്റ് ഔട്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളത് നോക്കാം നോക്കാം എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഒരു പക്ഷേ പറ്റിയെന്ന് വരില്ല. ആകെ 2 പേജേ വരുന്നുള്ളൂ. സോ ടേക്ക് എ പ്രിന്റ് ഔട്ട്. ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് നിങ്ങൾ വെക്കുക. ഈ ഷെഡ്യൂളിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ വേൾഡ് ഹിസ്റ്ററിയിൽ വരുന്ന ഇത്രയും പോർഷൻസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ദിസ് വുഡ് ബി സഫീഷ്യന്റ് ഫോർ യുവർ നെക്സ്റ്റ് മെയിൻസ് എക്സാമിനേഷൻ. അത് ഞാൻ വളരെ ഗ്യാരണ്ടിയോട് കൂടെ പറയാണ്. കാരണം ഇവിടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, 1 ഒക്ടോബറിൽ നമ്മുടെ ഈ ടെസ്റ്റ് ആരംഭിച്ചിട്ട് ടെസ്റ്റുകളുടെ നമ്പർ കണ്ടോ. അങ്ങനെ ടെസ്റ്റുകളുടെ നമ്പർ നമ്മൾ നോക്കുന്ന സമയത്ത് യു ക്യാൻ സി 20 യൂണിറ്റ് ടെസ്റ്റ് ഇവിടുന്ന് വരുന്നുണ്ട്. അതായത് ഔട്ട് ഓഫ് 75 ടോട്ടൽ യൂണിറ്റ് ടെസ്റ്റ്, 20 യൂണിറ്റ് ടെസ്റ്റ് നമ്മൾ കൊടുക്കുന്നത് വേൾഡ് ഹിസ്റ്ററിയിൽ നിന്നാണ്. അത് 20 യൂണിറ്റ് ടെസ്റ്റ് പറഞ്ഞാൽ 20 പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ്. ഓക്കെ. അതിനുശേഷം നമ്മളൊരു ഫുൾ ടെസ്റ്റും ചെയ്യും 24-ന്, ഒക്ടോബർ 24-ന്. ഓക്കെ, 2 മണിക്കൂർ ടെസ്റ്റ് ആയിരിക്കും. 150 ആയിരിക്കും വരുന്നത്. 3 മണിക്കൂറിന്റെ അല്ല, കാരണം നിങ്ങൾക്ക് പേപ്പർ 1 പേപ്പർ 2 അകത്ത് 2 പാർട്ട് ഉണ്ടെന്ന് അറിയാം അല്ലെ. അപ്പൊ ഇവിടെ ഇത് കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിന്റെ അപ്രോച്ചാണ് പറയുന്നത്. നോക്കിക്കേ, നിങ്ങൾ 1 ഒക്ടോബറിൽ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്ന ടെസ്റ്റ്, ദാറ്റ് ഈസ് വിത്ത് റെസ്പെക്ട് ടു അവർ ഫസ്റ്റ് യൂണിറ്റ് എൻലൈറ്റൻമെന്റ് ആൻഡ് മോഡേൺ ഐഡിയാസ്. ദെൻ സെക്കൻഡ് ടെസ്റ്റ് മാർക്സിയൻ സോഷ്യലിസം. ഇത് രണ്ടും യഥാർത്ഥത്തിൽ ഒരൊറ്റ ചാപ്റ്ററാണ്. അതായത് ഒരൊറ്റ യൂണിറ്റിൽ നിന്നുള്ള 2 ടോപ്പിക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫൈൻ. അപ്പൊ ഈ 2 ടോപ്പിക്ക് നിങ്ങൾ വളരെ നേരത്തെ പഠിക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ യുവർ ലേണിംഗ് പ്രോസസ് വിൽ ബി വെരി ഫാസ്റ്റർ. ഇനി അതിൽ തന്നെ വരുന്ന മറ്റൊരു ടോപ്പിക്കാണ് റൂസോയും കാണ്ടും. അപ്പൊ ഈ പേഴ്സണാലിറ്റി ബേസ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് കൂടുതലും ഞാൻ കൊടുത്തിരിക്കുന്നത് ഫുൾ ടെസ്റ്റിന് വേണ്ടിയാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, 2 രീതിയിൽ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാം. ഒന്ന്, നിങ്ങൾക്ക് ഈ ഡേറ്റ് വെച്ചിരിക്കുന്ന ഈ ടോപ്പിക്കുകൾ മാത്രം പഠിച്ചിട്ട് എക്സാമിനേഷൻ വരാം, അല്ലെങ്കിൽ ആ യൂണിറ്റ് കവറപ്പ് ചെയ്യുന്ന രൂപത്തിലോട്ടും വരാം. അപ്പൊ ഇതെങ്ങനെ മനസ്സിലാക്കും? അതിനാണ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ള നമ്മളുടെ വേൾഡ് ഹിസ്റ്ററിയുടെ ഒരു സൂപ്പർ സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്റ്റഡി നോട്ട്സ് വരുന്നില്ലേ, സ്പെഷ്യൽ നോട്ടുകൾ. ആ ബുക്കിന്റെ അകത്ത് നിങ്ങൾക്ക് ആദ്യത്തെ പേജിൽ ഇൻഡെക്സ് കാണാൻ പറ്റും. അങ്ങനെ നിങ്ങൾ നോക്കുന്ന സമയത്ത് വേൾഡ് ഹിസ്റ്ററി നിങ്ങൾക്ക് ടോട്ടൽ 12 യൂണിറ്റ് ഉണ്ടാവും. ആ 12 യൂണിറ്റിന്റെ അകത്ത് നിങ്ങൾ വേൾഡ് ഹിസ്റ്ററി ആ ബുക്ക് കയ്യിൽ കിട്ടിയവര് ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ മനസ്സിലാവും. ഹൗ മെനി ഓഫ് യു ഹാവ് ദാറ്റ് ബുക്ക് വിത്ത് യുവർ ഹാൻഡ്, ഇൻ യുവർ ഹാൻഡ്? ഉള്ളവരൊന്ന് കാണിച്ചേ. അതിൽ 1-ാമത്തെ യൂണിറ്റ് എടുത്ത് നോക്കിക്കേ. ഞാൻ വേൾഡ് ഹിസ്റ്ററിയും പറഞ്ഞത് കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. 1-ാമത്തെ യൂണിറ്റ് നിങ്ങൾ എടുത്ത് നോക്കിക്കേ. ആ 1-ാമത്തെ യൂണിറ്റ് എടുത്ത് നോക്കുന്ന സമയത്ത് അതിൽ ഞാനൊരു ബോക്സ് വരച്ചിട്ട് അതിലുള്ള സബ് ടോപ്പിക്കുകൾ വേൾഡ് ഹിസ്റ്ററിക്ക് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്. കാരണം വേൾഡ് ഹിസ്റ്ററി പലപ്പോഴും കുട്ടികൾക്ക് ടഫർ ആകും. പക്ഷേ ഓപ്ഷനെ സംബന്ധിച്ചിടത്തോളം വളരെ പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് വേൾഡ് ഹിസ്റ്ററി എന്നുള്ളത്. അപ്പോൾ 1-ാമത്തെ യൂണിറ്റ് 18th സെഞ്ചുറി എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ടല്ലോ, എൻലൈറ്റൻമെന്റ് ആൻഡ് മോഡേൺ ഐഡിയാസ് എന്ന് പറയുന്ന 18th സെഞ്ചുറിയുടെ ടോപ്പിക്. അതിൽ 3 സബ് ടോപ്പിക്കെങ്കിലും വെച്ചിട്ടുണ്ടാവും. കാണുന്നില്ലേ ബുക്ക് കിട്ടിയവര്? യെസ്. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് ഐഡന്റിഫൈ ചെയ്യേണ്ടി പറ്റും ഈ ടോപ്പിക്കുകൾ എന്തൊക്കെയാണ്, ഏതൊക്കെ യൂണിറ്റിന്റെ കീഴിലാണ് വരുന്നത് എന്നുള്ളത്. അപ്പൊ ആ രീതിയിൽ പുസ്തകം കൂടെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് വേണം പഠിക്കാൻ. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യം, 2 കാറ്റഗറി ഓഫ് സ്റ്റുഡൻസ് ആണ് നമ്മുടെ ടെസ്റ്റ് സീരീസിൽ ഉള്ളത്. ഒന്ന് ഒന്ന് നമ്മുടെ ഫുൾ ബാച്ചിലർ സ്റ്റുഡൻസ്. ഓക്കെ, ഫുൾ ബാച്ചിലർ സ്റ്റുഡൻസ്. 2 ടെസ്റ്റ് സീരീസ് മാത്രമായിട്ട് എടുത്തിരിക്കുന്നവര്. ഫുൾ ബാച്ചിലർ സ്റ്റുഡൻസിനും ടെസ്റ്റ് സീരീസ് എടുത്തവർക്കും കോമൺ ആയിട്ട് കിട്ടുന്നത് പുസ്തകമാണ്. പക്ഷെ ഫുൾ ബാച്ചിലർ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ക്ലാസ് വീഡിയോസ് അവൈലബിൾ ആണ്. ഇവിടെ ക്ലാസ് വീഡിയോസ് അവൈലബിൾ അല്ല. സോ ക്ലാസ് വീഡിയോസ് അവൈലബിൾ ആയിട്ടുള്ള ഫുൾ ബാച്ചിലർ സ്റ്റുഡൻസ് നിങ്ങൾ ചെയ്യേണ്ടത് എൻലൈറ്റൻമെന്റ് ആൻഡ് മോഡേൺ ഐഡിയാസ്, മാർക്സിയൻ സോഷ്യലിസം, റൂസോ കാണ്ട് എന്ന് പറയുന്ന ആ ഒരു ക്ലാസ് കാണുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഓൾറെഡി കണ്ടവരാണെങ്കിൽ പ്രശ്നമില്ല, കാണാത്തവരാണെങ്കിൽ അത് ഒന്ന് കാണുക. 1-ാമത്തെ യൂണിറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ റൂസോയും കാണ്ടും അതിൽ വരും, അത് കാണുക. ശേഷം നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയൽ പെട്ടെന്ന് വായിക്കുക. മെറ്റീരിയൽ വായിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം എന്നുള്ളതിന്റെ ഒരു സ്പെസിഫിക് ഐഡിയ വെച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ചെയ്തുതരാം. ഫോർ എക്സാമ്പിൾ, 1-ാമത്തെ യൂണിറ്റ് നിങ്ങൾ ചുമ്മാ അങ്ങ് പഠിക്കല്ല, നമ്മൾ എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന ആൾക്കാരാ. സോ ദർ ഷുഡ് ബി സം കൈൻഡ് ഓഫ് വെരി കീവേഡ് ഐഡന്റിഫിക്കേഷൻ. അപ്പൊ കീവേഡുകൾ നമ്മുടെ ആൻസറിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രസന്റേഷൻ കുറച്ചുകൂടെ ഫാസ്റ്റർ ആൻഡ് പ്രസന്റബിൾ ആയിട്ട് മാറും. ഓക്കെ, ബിന്നു സുദേവനൊക്കെ നല്ലതുപോലെ അറിയണ്ടാവും. നമ്മൾ ചില ടോപ്പിക് വരുന്ന സമയത്ത് വി ആർ യൂസിങ് സർട്ടൻ വെരി ഇമ്പോർട്ടന്റ് വേർഡ്സ് ലൈക്ക് റിയൽ പൊളിറ്റിക്. ഓർമ്മയല്ലേ? ഓട്ടോമൻ ന്യൂസ് മാർക്കിൽ നമ്മൾ എന്തായാലും കൊടുക്കുന്ന ഒരു വാക്കാണ്.
അപ്പൊ നമ്മൾ കുറച്ച് കീവേഡ്സ് നമ്മൾ ശ്രദ്ധിക്കണം ഓരോ യൂണിറ്റിൽ നിന്നും. അത് ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ആൻസർ കുറച്ചുകൂടെ എന്ത് ചെയ്യും, കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ആയിട്ട് മാറുകയും എന്നാൽ ക്വാളിറ്റി ഉള്ള ഒന്നായിട്ട് മാറുകയും ചെയ്യും. അപ്പൊ ആ രീതിയിലായിരിക്കണം നിങ്ങളുടെ അപ്രോച്ച്. ഞാൻ അതെങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് പറയാണ്. അപ്പൊ 2 ദിവസം കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ഓരോ ദിവസവും ഞാൻ നിങ്ങൾക്ക് ഒരു ടൈം തരും, രാത്രിക്കുള്ളിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്താൽ മതി. കഴിഞ്ഞ പിറ്റേ ദിവസം 1-ാം തീയതി ടെസ്റ്റ് കഴിഞ്ഞ് നമ്മൾ 2-ാം തീയതി നമുക്ക് അതിന്റെ ഇവാലുവേഷൻ പോകണം. നമ്മൾ ഇവാലുവേഷൻ 2 രീതിയിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നോർമലി നമ്മൾ കമ്പാരിറ്റീവ് ഇവാലുവേഷൻ നിങ്ങൾക്ക് അറിയാം. ഒരു ക്വസ്റ്റ്യൻ ഇപ്പൊ മാത്സ് ആൻഡ് സോഷ്യലിസവുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ആൻസർ ചെയ്യുന്നു, 10 പേര് ആൻസർ ചെയ്യുന്നു. അപ്പൊ 10 പേര് ആൻസർ ചെയ്തിരിക്കുന്ന ആ ആൻസർ എല്ലാവരും ഒരേ സമയത്ത് ഓൺലൈനിൽ വരുന്നു, നമ്മൾ ഓൺ ആക്കുന്നു. എന്നിട്ട് ആ ക്വസ്റ്റ്യൻ 10 പേര് എങ്ങനെ ചെയ്തിരിക്കുന്നുള്ളതിന്റെ ഒരു ബ്രീഫ് ഡിസ്കഷനും അപ്രോച്ചുകളും നമ്മൾ പറയും. അപ്പൊ അതിൽ മെയിൻ പോയിന്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ലൊരു എക്സാമ്പിൾ ആയിട്ട് കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾ ആലോചിക്കുകയെ, നിങ്ങളും അതർ 9 ആൾക്കാരും തമ്മിലുള്ള ഒരു കോമ്പറ്റൻസി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഗ്രോത്ത് പൊട്ടൻഷ്യൽ കൊണ്ടുവരിക എന്നുള്ളതിൽ ഇതിന്റെ ഉദ്ദേശമാണ്. അങ്ങനെ 1-ാമത്തെ യൂണിറ്റ് കഴിഞ്ഞു. 2-ാമത്തെ യൂണിറ്റ് ആണ് അമേരിക്കൻ റവല്യൂഷൻ, കോൺസ്റ്റിറ്റ്യൂഷൻ, പിന്നെ അമേരിക്കൻ സിവിൽ വാർ ഉണ്ട്, ഓക്കെ, ഫ്രഞ്ച് റവല്യൂഷൻ. ഇതൊക്കെയാണ് മേജർ ടോപ്പിക്. അപ്പൊ മേജർ ടോപ്പിക്കാണ് ഞാൻ അവിടെ ഫിക്സ് ചെയ്തിട്ടുള്ളത്. അതേ സമയത്ത് ഇവിടെ കണ്ട എബ്രഹാം ലിങ്കൺ എന്തുമായി ബന്ധപ്പെട്ടുള്ളതാണ്? അമേരിക്കൻ സിവിൽ വാർ ആണ്. അപ്പൊ ഇതിന് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്തുകൊണ്ടാണ് അത് അവിടെ കൊടുക്കാതെ ഇവിടെ കൊടുത്തെന്നുള്ളത്. അതായത് ഫുൾ ടെസ്റ്റിന് നിങ്ങൾ ഈ ടോപ്പിക് ഒന്നുകൂടെ റിവൈസ് ചെയ്യണം. കാരണം നിങ്ങൾ ഉറപ്പിച്ചോ, അടുത്ത നിങ്ങൾ UPSC ഹിസ്റ്ററി ഓപ്ഷണൽ മെയിൻസ് പരീക്ഷ എഴുതുമ്പോൾ ഈ ടോപ്പിക്കിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് ഒരു എക്സ്പീരിയൻസ്ഡ് മെന്റർ എന്ന രീതിയിൽ എനിക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഓൾ ദീസ് ടോപ്പിക്സ് ആർ സംതിങ് വെരി കോർ റെലവെന്റ് ടു ദ എക്സാമിനേഷൻ. ഫോർ എക്സാമ്പിൾ, ദേവനാരായണൻ പ്രാവശ്യം ഹിസ്റ്ററി ഓപ്ഷനിൽ ടെസ്റ്റ് എക്സാം എഴുതിയ ആളാണ് മെയിൻസിന്റെ. സോ ഒബ്വിയസ്ലി യു ക്യാൻ കം അക്രോസ് ദീസ് ടോപ്പിക്സ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകും, ഇതുമായി ബന്ധപ്പെട്ടുള്ള സബ് ടോപ്പിക്കുകളായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. അപ്പൊ ആ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. അപ്പൊ ഈ 12 ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചോ, ഈ 12 ടോപ്പിക്കിന്റെ 2-3 വിധത്തിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് നിങ്ങളോട് ചോദിക്കാൻ പോകുന്നുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് ഹിസ്റ്ററി ഓപ്ഷനിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഹാൻഡി ആയിട്ട് തന്നെ നിങ്ങൾക്ക് പഠിച്ചു പോകാൻ പറ്റും. ഓക്കെ, ഇനി നോക്കിക്കേ അടുത്ത ടോപ്പിക്ക്. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ഒരു റാപ്പിഡ് റിവിഷൻ ക്ലാസ് നടത്തും ഇടക്ക്. ലൈവ് ക്ലാസ്സസ് എങ്ങനെ വേണം എന്നുള്ളതിന്റെ റാപ്പിഡ് റിവിഷൻ ക്ലാസ് നടത്തും. അതിൽ നമ്മൾ ചിലപ്പോൾ ഇതിന്റെ സമ്മറി ആയിരിക്കും പഠിക്കുന്നത്, അപ്രോച്ചും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങളിപ്പോൾ ഇത്രയും പഠിച്ചതിന്റെ സമ്മറി നമ്മൾ റിവിഷൻ ക്ലാസ് ആയിരിക്കാം. ഓക്കെ, അതുപോലെ ഇൻസൈറ്റ്ഫുൾ ക്ലാസ് വരും അടുത്ത സെറ്റിന്റെ മുന്നിൽ. അപ്പൊ നിങ്ങൾ ഇത് 1 2 3 4 എന്നുള്ളത് നിങ്ങളൊരു സെറ്റ് ആക്കിയിട്ട് എടുക്കുക. അതായത് യൂണിറ്റ് 1ഉം 2ഉം, ഐ റിപ്പീറ്റ്, യൂണിറ്റ് 1 ആൻഡ് 2 ആണത്. ഇത് നിങ്ങളുടെ പഠനം ഇന്ന് തന്നെ ആരംഭിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ക്ലാസ്സുകൾ കിട്ടുന്ന ആൾക്കാർ ക്ലാസ് വെച്ചിട്ടും അല്ലാത്തവർ നോട്ട് വെച്ചിട്ടും. ഓൾറെഡി വേറെ സ്ഥലത്ത് പഠിച്ചിട്ട് ടെസ്റ്റ് സീരീസ് നമ്മുടെ അടുത്ത് വന്ന കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓൾറെഡി നിങ്ങൾ ക്ലാസ് കേട്ടിട്ടുണ്ടാവും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ആ രീതിയിൽ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ നോക്കിക്കേ, 5th ടെസ്റ്റ് ഇൻഡസ് റവല്യൂഷൻ, അതിന്റെ ഇമ്പാക്റ്റ് ആണ്. റൈസ് ഓഫ് ജപ്പാൻ, ജപ്പാനായിട്ടുണ്ട്, ജപ്പാൻ, ഓക്കെ ഫൈൻ. പിന്നെ യൂണിക്കേഷൻ ഇറ്റലി ആൻഡ് ജർമ്മനി, ന്യൂ ഇംപീരിയലിസം ഇൻ ആഫ്രിക്ക, സ്ക്രാമ്പിൾ ഫോർ ആഫ്രിക്ക നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇംപീരിയലിസം ചൈന ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ. അപ്പൊ ഇത്രയും ടോപ്പിക്കുകൾ നിങ്ങൾ പഠിക്കുമ്പോൾ 5 യൂണിറ്റ് പഠിച്ചു കഴിഞ്ഞു, യൂണിറ്റ് 5 എത്തിപ്പോ. അപ്പൊ ആ രീതിയിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 20 ടോപ്പിക് എത്തുമ്പോഴേക്കും നിങ്ങൾ 12 യൂണിറ്റും പഠിച്ചു കഴിഞ്ഞു. ഈ 12 യൂണിറ്റും പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അതിന്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് ഈ പേര് വെച്ചിട്ടുള്ള 12 പേരുടെ ഒരു ഫുൾ ടെസ്റ്റും വരും. ഇതാണ് നിങ്ങൾക്ക് നമ്മളുടെ വേൾഡ് ഹിസ്റ്ററിയുടെ ടെസ്റ്റിൽ വരുന്നത്. 1-ാം തീയതി മുതൽക്കാണ് നമ്മൾ ഈ ടെസ്റ്റ് തുടങ്ങുന്നതെങ്കിലും ഐ റിപ്പീറ്റ് ഗൈസ്, നിങ്ങളുടെ പഠനം നിങ്ങൾ ഇന്ന് തന്നെ തുടങ്ങണം. അപ്പൊ ആപ്ലിക്കേഷൻ ആക്സസ് ഉള്ള ആൾക്കാർ ആപ്ലിക്കേഷൻ വഴി വീഡിയോ ക്ലാസ്സസ് കാണാൻ പറ്റുന്നവർ പെട്ടെന്ന് കാണുക, ദൃശ്യ എന്തായാലും കാണണം. ഓക്കെ, എന്നിട്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മുടെ ഗ്രൂപ്പ് അതിന്റെ ഓൾ റിസോഴ്സ് ആണ് നമ്മുടെ ഗ്രൂപ്പ്, വാട്സപ്പ് ഗ്രൂപ്പ്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടോ ജസ്റ്റ് ആസ്ക് മീ, കേട്ടോ. അപ്പൊ ആ രീതിയിൽ നമ്മൾ പഠിച്ചു തുടങ്ങും. നിങ്ങൾക്ക് എക്സാമിനേഷന്റെ മുന്നോടിയായിട്ട് എങ്ങനെ നിങ്ങൾക്ക് നല്ലൊരു ആൻസർ എഴുതാം എന്നുള്ളതിന്റെ ട്രെയിനിങ്ങും തരും. ശേഷം നിങ്ങൾ എഴുതിയാൽ മതി. അപ്പൊ ആ രീതിയിലുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് സെറ്റ് ആക്കി തരും. നിങ്ങൾ അതിനനുസരിച്ച് ശരിയായ രീതിയിൽ ചെറിയ സ്റ്റെപ്പ് എടുത്താൽ മതി എന്നേ. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ എൻലൈറ്റൻമെന്റ് മോഡേൺ ഐഡിയൽസ് വളരെ വൃത്തിക്ക് കോൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക, പ്ലസ് ഒരു ആൻസർ എങ്കിലും വൃത്തിക്ക് എഴുതുക, എഴുതാതിരിക്കരുത്. ഓക്കെ, ഇത് നിങ്ങൾക്കുള്ള ഷെഡ്യൂൾ ആണ്. പ്രിന്റ് ഔട്ട് എടുക്കലാണ് ഫസ്റ്റ് ടാസ്ക്. രണ്ടാമത്തത് വീഡിയോ ആക്സസ് ഉള്ള ഒരു വീഡിയോ കാണുക, അല്ലാത്തൊരു ബുക്ക് വെച്ചിട്ട് ഇതിനെ കോമ്പൻസേറ്റ് ചെയ്യുക, എന്നിട്ട് മുന്നോട്ട് പോവുക. ഡെഫിനറ്റ്ലി ഗൈസ്, ഐ കൻ ഗ്യാരണ്ടി യു ദാറ്റ് നിങ്ങൾ ഇത്രയും ടോപ്പിക്സ് വളരെ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ടോ, ഇത് മതി നിങ്ങൾക്ക്. നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റഡി നോട്ട്സും ഈ ടെസ്റ്റ് സീരീസ് നിങ്ങൾ കൃത്യമായിട്ട് എഴുതുന്നുണ്ടോ? ഓൾറെഡി കോൺസെപ്റ്റ് അറിയുന്നവരാണ് സ്റ്റഡി നോട്ട്സിന് കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യേണ്ടത് കേട്ടോ. ഓൾറെഡി മുമ്പ് ക്ലാസ് ഒക്കെ എടുത്തിട്ടുള്ള ആൾക്കാർ. ഇനി അതല്ല എങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്നത് ക്ലാസ് വീഡിയോസ് ആക്സസ് ചെയ്യാനുള്ള ശ്രമം നടത്തുക എന്നുള്ളതാണ്. വാട്ട് എവർ ഇറ്റ് ഈസ്, അൾട്ടിമേറ്റ്ലി നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാം പ്രൊഡക്റ്റീവ് ആയിരിക്കണം. ഒക്ടോബർ 25 അല്ലെങ്കിൽ ഒക്ടോബറോട് കൂടെ നമ്മൾ എന്ത് ചെയ്യും,
വേൾഡ് ഹിസ്റ്ററി കംപ്ലീറ്റ് ആക്കും. അടുത്ത് വിൽ ബി ജമ്പിങ് ടു മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി. പിന്നീട് ആൻഷ്യൻ ആൻഡ് മിഡീവൽ പഠിക്കും. ഇതാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഈ ഒരു ഷെഡ്യൂൾ നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യുക. ഇതിൽ ഓൺലൈൻ മെന്റർഷിപ്പ് ഉണ്ടാവും, പ്ലസ് ഓഫ്ലൈൻ മെന്റർഷിപ്പ് ഉണ്ടാവും. ഓഫ്ലൈൻ മെന്റർഷിപ്പ് ഞാൻ ഗ്രൂപ്പിൽ നിങ്ങളുടെ പോളൊക്കെ ഇട്ടിട്ട് നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ചിട്ട് എല്ലാവരും വരുന്ന രൂപത്തിലോട്ടായിരിക്കും ചെയ്യുന്നത്. So this is about this particular mentorship session, how you have to approach this world history optional test series. Hope it is clear. If you have any doubt, just do ask me.